ഹലോ കൂട്ടുകാരെ, നമ്മൾ ലാസ്റ്റായിട്ട് കണ്ട എപ്പിസോഡിനകത്ത് നിങ്ങൾക്കറിയാം നമ്മൾ മട്ടാഞ്ചേരിയിലെ മറ്റേ ജെട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തെ ഒരു മുൻ ടൗൺഷിപ്പ് തന്നെയായിരുന്നു. അറബിക്കടലിൻ്റെ തീരത്ത് കൊച്ചി നഗരത്തോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1970 മട്ടാഞ്ചേരി ടൗൺഷിപ്പ് കൊച്ചി നഗര സംയോജനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ശ്രദ്ധേയമായ ഈ ടൗൺഷിപ്പ് പ്രധാനമായും ശ്രദ്ധേയമായ ജൂത സമൂഹത്തിൻ്റെ പർദേശി നിഗമനത്തിലും കൊച്ചിയിലെ രാജാക്കന്മാരുടെ കൊട്ടാരവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 1568 നിർമ്മിച്ച ഈ സിനഗോഗ് 1664 പോർച്ചുഗീസുകാർ ഭാഗികമായി നശിപ്പിച്ചതിന് ശേഷം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1761 നിർമ്മിച്ച ഡച്ച് ശൈലിയിലുള്ള ഒരു ക്ലോക്ക് ടവർ തന്നെയായിരുന്നു. വെള്ളിയിലും സ്വർണത്തിലും അലങ്കരിച്ച തോറ ചുരുളുകൾ, നിരവധി വിലപിടിപ്പുള്ള ആചാര വസ്തുക്കൾ, ഇതെല്ലാം അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേതിൽ 4-ാം നൂറ്റാണ്ടിൽ ഭാസ്കര രവിവർമ്മ രാജാവ് ജൂതന്മാർക്ക് സമ്മാനിച്ച പുരാതന ആലേഖനവും ചെയ്ത് ചെമ്പ് തകിടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവ അവരുടെ സമൂഹത്തിൻ്റെ ചാർട്ടറായി അവർ കണക്കാക്കിയിട്ടുമുണ്ട്. കുടിയേറ്റം കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ മട്ടാഞ്ചേരിയിലെ ജൂത സമൂഹം ഗണ്യമായി കുറഞ്ഞു വന്നിരുന്നു. 1555 മുതൽ നിർമ്മിച്ച ഈ കൊട്ടാരം കൊച്ചിയിലെ ഇപ്പോൾ കൊച്ചി രാജാക്കന്മാരുടെ വസതിയുമായിട്ടുണ്ട്. ഇന്ത്യയിലെ 2 മഹത്തായ ഇതിഹാസ കാവ്യങ്ങളിൽ ചെറുതായ രാമായണത്തിൻ്റെ മുഴുവൻ കഥയും ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ചുവർ ചിത്രങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇതുപോലെ തന്നെ പഴയ കാലത്തെ ഒരുപാട് നമുക്ക് ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ കളക്ഷൻസ് ഒരുപാടുണ്ട്. ഏത് വേണമെന്ന് നമുക്ക് നോക്കി സെർച്ച് ചെയ്ത് എടുക്കാവുന്നതുമാണ്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ വളരെയധികം പറ്റിക്കപ്പെടാൻ സാധ്യതകളുമുണ്ട്. കാരണം ഇവർ ഒരുപാട് ഫോറിനേഴ്സിനെ മാത്രം പ്രതിനിധീകരിച്ചാണ് ഇവയെല്ലാം ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, എറണാകുളത്തെല്ലാം നമുക്കിടെ സിറ്റികളിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ലഭിക്കും. പക്ഷേ അതിനെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് റേറ്റ് വളരെ കൂടുതൽ തന്നെയാണെന്നാണ് നമുക്ക് പറയേണ്ടത്. ഇതൊരു സ്ട്രീറ്റാണ്, നമ്മുടെ മട്ടാഞ്ചേരിയിലെ വലിയൊരു സ്ട്രീറ്റാണ്. ഇവിടെ ഇല്ലാത്ത ബിസിനസ്സുകളില്ല സത്യത്തിൽ. നമുക്ക് ഏതൊരു ഐറ്റം വേണമെങ്കിലും നമുക്ക് തുണിത്തരങ്ങളുടെ വെറൈറ്റികളായിക്കോട്ടെ, ആൻറ്റിക് ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂത തെരുവ്. അതായത് പണ്ട് കാലത്ത് ജൂതന്മാർ വസിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയല്ലോ ഇത്. അവരുടെ ശൈലിയിലുള്ള കെട്ടിടങ്ങളും അതുപോലെ അവരുടെ ആ ഒരു കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സും അങ്ങനെയുള്ള കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഓരോ സാധനത്തിനും നല്ല വില കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഡബിൾ റേറ്റ് ആയിരിക്കും ഇവിടെ ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് നമുക്ക് റേറ്റൊക്കെ ഒന്ന് വില പേശി നോക്കി വേണം സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടത്തിലേക്ക് പോവേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ സ്ട്രീറ്റിനകത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ, ഇപ്പോൾ ജൂതന്മാരുടെ സ്റ്റൈലിലുള്ള ഒരുപാട് ടവൽസ്, അവരുടെ എംബ്ലംസ് ഉള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല രസമുള്ള സ്ട്രീറ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജൂതന്മാരുടെ കൊട്ടാരത്തിലോട്ടുള്ളൊരു വഴിയാണ്. ഇവിടെ എല്ലാ ദിവസവും ഓപ്പൺ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കൊട്ടാരം കാണാതെ പോകരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഈ കാണുന്ന കുട്ടി കുട്ടി കെട്ടിടങ്ങളെല്ലാം ഓരോരോ കടകളാണ്. അത്തറിൻ്റെ വെറൈറ്റികൾ, ഡ്രസ്സ്, കോഫി ഷോപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ നോക്കി തന്നെ ഓരോ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.